ലേൺ വിത്ത് മീ നീത എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് എടുക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ജിയോഗ്രഫിയുടെ 4th ചാപ്റ്ററായ ബൈ ദി ഹാൻഡ്സ് ഓഫ് ദി നേച്ചർ എന്ന ചാപ്റ്ററിൻ്റെ ലെറ്റസ് അസസ് ആണ് എടുക്കാനായിട്ട് പോകുന്നത്. ഈ ക്ലാസ് ഞാൻ ഫാത്തിമ സെനിയ എന്ന യൂട്യൂബ് ഐ ഡിയിൽ നിന്ന് വന്ന കമൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം ഞാൻ ഈ 4th ചാപ്റ്ററിൻ്റെ ലെറ്റസ് അസസ് എടുക്കുന്നത്. 3rd ചാപ്റ്ററിൻ്റെ ലെറ്റസ് അസസ് ഈ ആഴ്ചയിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഡിസ്ക്രൈബ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഇൻ കോഴ്സ് ഓഫ് എ റിവർ. എന്താണ് അതിൻ്റെ അർത്ഥം? ഒരു റിവറിൻ്റെ ഗതിയിലെ വിവിധ ഘട്ടങ്ങളുടെ സ്വഭാവം വിശദീകരിക്കാനായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഒരു റിവറിലെ, അതായത് ഒരു നദിയുടെ ഗതിയിലെ വിവിധ ഘട്ടങ്ങളുടെ സ്വഭാവം വിശദീകരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് വരിക? The course of a river can generally be divided into 3 stages based on the different slope formats. എന്താണ് പറയുന്നത്? ഒരു നദിയുടെ ഗതി, അതായത് ഒരു റിവറിൻ്റെ ഗതി, അതിൻ്റെ ഉറവിടത്തിൽ നിന്നും എന്ന് വെച്ചാൽ ആ നദി എവിടെ നിന്നാണോ ഉത്ഭവിക്കുന്നത്, അതായത് ഉറവിടത്തിൽ നിന്നും വായുവിലേക്കുള്ള ചരിവിൻ്റെ വ്യത്യാസത്തെ അടിസ്ഥാനമാക്കി പൊതുവെ 3 ഘട്ടങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയായാലും നിങ്ങൾ എഴുതിയാൽ മതി. ദ കോഴ്സ് ഓഫ് എ റിവർ ക്യാൻ ജനറലി ബി ഡിവൈഡഡ് ഇൻറ്റു 3 സ്റ്റേജസ്. അത്രേ എഴുതിയാൽ മതി. ഇപ്പം അത്രേ ആയാലും എഴുതിയാൽ മതി. ഇപ്പം ഞാൻ എഴുതിയിരിക്കുന്ന നോട്ടിൽ ദ കോഴ്സ് ഓഫ് എ റിവർ ക്യാൻ ജനറലി ബി ഡിവൈഡഡ് ഇൻറ്റു 3 സ്റ്റേജസ് ബേസ്ഡ് ഓൺ ദി ഡിഫറെൻറ്റ് സ്ലോപ്പ് ഫോർമിറ്റ്സ്. അത്രയും കൂടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം. ഒന്നെങ്കിൽ ദ കോഴ്സ് ഓഫ് എ റിവർ ക്യാൻ ബി ജനറലി ബി ഡിവൈഡഡ് ഇൻറ്റു 3 സ്റ്റേജസ്. അത്ര മാത്രമായാലും എഴുതിയാൽ മതി. എന്നിട്ട് 3 സ്റ്റേജസ് അത്രയും മാത്രം കൊണ്ട് തീരുന്നില്ല, 3 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് ഏതൊക്കെയാണ് 3 സ്റ്റേജസ് വരുന്നത്? 1 അപ്പർ കോഴ്സ്, 2 മിഡിൽ കോഴ്സ്, 3 ലോവർ കോഴ്സ്. എന്തൊക്കെയാണ്? അപ്പർ കോഴ്സ്, മിഡിൽ കോഴ്സ് ആൻഡ് ലോവർ കോഴ്സ്. ഇനി അപ്പർ കോഴ്സ് എന്ന് എഴുതിയിട്ട് എന്തൊക്കെ നമ്മൾ അതിനകത്ത് എഴുതണം? എന്താണ് അപ്പർ കോഴ്സ് എന്ന് പറയുന്നത്? അപ്പർ കോഴ്സ് ഈസ് ദാറ്റ് പാർട്ട് ഓഫ് ദി റിവർ വെയർ ഇറ്റ് റാപ്പിഡ്ലി ഫ്ലോസ് ഡൗൺ എലോങ് സ്ലീപ്പ് സ്ലോപ്സ് ഫ്രം ദി പ്ലേസ് ഓഫ് ഒറിജിൻ. ഒന്നോടെ പറയാം. അപ്പർ കോഴ്സ് ഈസ് ദാറ്റ് പാർട്ട് ഓഫ് ദി റിവർ വെയർ ഇറ്റ് റാപ്പിഡ്ലി ഫ്ലോസ് ഡൗൺ എലോങ് സ്ലീപ്പ് സ്ലോപ്സ് ഫ്രം ദി പ്ലേസ് ഓഫ് ഒറിജിൻ. എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഉത്ഭവസ്ഥാനത്ത് നിന്ന്, എവിടെയാണോ റിവർ ഉത്ഭവിക്കുന്നത്, എവിടെ നിന്നാണോ തുടക്കം കുറിക്കുന്നത്, ഉത്ഭവസ്ഥാനത്ത് നിന്ന് കുത്തനെയുള്ള ചരിവുകളിലൂടെ അതിവേഗത്തിൽ താഴേക്കൊഴുകുന്ന നദിയുടെ ഭാഗമാണ് അപ്പർ കോഴ്സ്. എന്താണ് പറയുന്നത്? ഉത്ഭവസ്ഥാനത്ത് നിന്ന് കുത്തനെയുള്ള ചരിവുകളിലൂടെ അതിവേഗത്തിൽ താഴേക്കൊഴുകുന്ന നദിയുടെ ഭാഗത്തെ പറയുന്ന പേരെന്നാണ്? അപ്പർ കോഴ്സ്. ദ ഇൻറ്റൻസിറ്റി ഓഫ് ഇറോഷൻ ഈസ് സിവിയർ ഇൻ ദിസ് കോഴ്സ്. എന്താണ്? ഈ കോഴ്സിൽ ഇറോഷൻ്റെ തീവ്രത അതികഠിനമാണ്. ഇറോഷൻ എന്താണ്? മണ്ണൊലിപ്പ്. ഈ കോഴ്സിലെ മണ്ണൊലിപ്പിൻ്റെ തീവ്രത എന്തായിരിക്കും? സിവിയർ ആയിരിക്കും, അതികഠിനമാണ്. അപ്പം അപ്പർ കോഴ്സ് എന്ന് എഴുതിയിട്ട് നമ്മൾ എന്തൊക്കെ എഴുതണം? അപ്പർ കോഴ്സ് ഈസ് ദാറ്റ് പാർട്ട് ഓഫ് ദി റിവർ വെയർ ഇറ്റ് റാപ്പിഡ്ലി ഫ്ലോസ് down along steep slopes from the place of origin. The intensity of erosion is severe in this course. ഇത്രയാണ് എന്തിൻ്റെ താഴെ എഴുതേണ്ടത്? അപ്പർ കോഴ്സിൻ്റെ താഴെ എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞു അപ്പർ കോഴ്സ് ഉണ്ട്, മിഡിൽ കോഴ്സ് ഉണ്ട്, ലോവർ കോഴ്സ് ഉണ്ട്. അപ്പർ കോഴ്സിനെ കുറിച്ച് പഠിച്ചു. ഇനി അടുത്ത എന്താണ്? മിഡിൽ കോഴ്സിനെ കുറിച്ചാണ് പഠിക്കേണ്ടത് അല്ലേ? അപ്പോൾ മിഡിൽ കോഴ്സ് എന്താണെന്ന് നോക്കാം. മിഡിൽ കോഴ്സ് എന്ന് എഴുതുക, അണ്ടർലൈൻ ചെയ്യുക. Middle course is that stage of the river where it flows through gently sloping foothills. Foothillsന്റെ സ്പെല്ലിംഗ് FOOTHILS. എന്താണ് മിഡിൽ കോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? മിഡിൽ കോഴ്സ് ഈസ് ദാറ്റ് സ്റ്റേജസ് ഓഫ് ദി റിവർ വെയർ ഇറ്റ് ഫ്ലോസ് ത്രൂ ജെന്റലി സ്ലോപ്പിംഗ് ഫൂത്തിൽസ്. എന്ന് വെച്ചാൽ എന്തുവാണ്? ഈ സ്റ്റേജിൽ എന്താണ്? റിവർ ചരിവിലൂടെയാണ് ഒഴുകുന്നത്. ഇത് ചരിഞ്ഞാണ് ഇതിനകത്ത് റിവർ ഒഴുകുന്നത്. പക്ഷെ നമ്മൾ അപ്പർ കോഴ്സിൽ എങ്ങനെയാണ് പറയുന്നത്? കുത്തനെയുള്ള ചരിവുകളിലൂടെ താഴേക്ക് ഒഴുകുന്നതെന്നല്ലേ അപ്പർ കോഴ്സിൽ നമ്മൾ പഠിച്ചത്. പക്ഷേ മിഡിൽ കോഴ്സിൽ എങ്ങനെയാണ്? ഇതിനകത്ത് റിവർ എങ്ങനെയാണ്? ചരിവിലൂടെയാണ് ഒഴുകുന്നത്.
ഇതിനകത്ത് പിന്നെ പറയുന്നത് എന്താണ്, ബാക്കി എന്താ പറയുന്നത്, ആസ് ദി വെലോസിറ്റി ഓഫ് ദി ഫ്ലോ ഡിക്രീസസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ഇറോഷൻ ഡിക്ലൈൻസ് ആൻഡ് ഡെപ്പോസിഷൻ ബിഗിൻസ്. എന്താണ് അതിൻ്റെ അർത്ഥം? ഒഴുക്കിൻ്റെ വേഗത കുറയുമ്പോൾ ഇറോഷൻ്റെ മണ്ണൊലിപ്പിൻ്റെ തീവ്രത ഇൻറ്റൻസിറ്റി കുറയുകയും എന്ത് ചെയ്യുന്നു, നിക്ഷേപം ആരംഭിക്കുകയും ചെയ്യുന്നു, ഡെപ്പോസിഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നു എന്നാണ് എന്തിനെ കുറിച്ചായി പറയുന്നത്, മിഡിൽ കോഴ്സിനെ കുറിച്ച്. അപ്പം മിഡിൽ കോഴ്സിനെ കുറിച്ച് എന്തൊക്കെ നമ്മളപ്പോൾ എഴുതണം? മിഡിൽ കോഴ്സ് ഈസ് ദാറ്റ് സ്റ്റേജസ് ഓഫ് ദി റിവർ വെയർ ഇറ്റ് ഫ്ലോസ് ത്രൂ ദി ജെന്റിലി സ്ലോപ്പിംഗ് ഫൂത്തിൽസ്. ആസ് ദ വെലോസിറ്റി ഓഫ് ദി ഫ്ലോ ഡിക്രീസസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ഇറോഷൻ ഡിക്ലൈൻസ് ആൻഡ് ഡെപ്പോസിഷൻ ബിഗിൻസ്. ഇനി അടുത്ത ഏതാണ്? ലോവർ കോഴ്സ്. ആദ്യം നമ്മൾ പറഞ്ഞു അപ്പർ കോഴ്സ്, മിഡിൽ കോഴ്സ് ആൻഡ് ലാസ്റ്റ് വൺ ഏതാണ്? ലോവർ കോഴ്സ്. ലോവർ കോഴ്സിനെ കുറിച്ച് എന്തൊക്കെയാണ് അപ്പം നമ്മൾ പഠിക്കേണ്ടത്? ലോവർ കോഴ്സ് ഈസ് ദി സ്റ്റേജ് വെയർ ദ റിവർ ഫ്ലോസ് ത്രൂ ദി പ്ലെയിൻസ്. എന്താണ് ലോവർ കോഴ്സ് എന്ന് വെച്ചാൽ? എന്താണ് ഇതിനകത്ത് എന്താ നടക്കുന്നത്? നദീസമതലങ്ങളിലൂടെ റിവർ ഫ്ലോസ് ത്രൂ ദി പ്ലെയിൻസ്. പ്ലെയിൻസ് എന്ന് വെച്ചാൽ നദീസമതലങ്ങളിലൂടെ ഒഴുകുന്ന ഘട്ടമാണ് ഏത്? ലോവർ കേസ് എന്ന് പറയുന്നത്. അപ്പം ലോവർ കേസ് ഈസ് ദി സ്റ്റേജ് വെയർ ദി റിവർ ഫ്ലോസ് ത്രൂ ദി പ്ലെയിൻസ്. നദീസമതലങ്ങളിലൂടെ ഒഴുകുന്ന ഘട്ടത്തെ പറയുന്ന പേരെന്നാണ്? ലോവർ കോഴ്സ്. ദ റേറ്റ് ഓഫ് ഡെപ്പോസിഷൻ വിൽ ബി ഹയർ ഡ്യൂ ടു ദി സ്ലോ പേസ് ഓഫ് ദി റിവർ ആൻഡ് ദി ഇൻക്രീസ് ഇൻ ദി എമൗണ്ട് ഓഫ് സെഡിമെൻറ്റ്സ് ഡ്യൂറിങ് ദി സ്റ്റേജ്. ഒന്നുകൂടെ പറയാം. ദ റേറ്റ് ഓഫ് ദി ഡെപ്പോസിഷൻ വിൽ ബി ഹയർ due to the slow pace of the river and the increase in the amount of sediments during this stage. എന്താ പറയുന്നത്? ഈ റിവർ ഇങ്ങനെ സ്ലോ ആയിട്ട് ഒഴുകുമ്പോഴത്തേക്ക്, മന്ദഗതിയിൽ ഒഴുകുമ്പോഴത്തേക്ക് ഈ സ്റ്റേജിൽ അവശിഷ്ടങ്ങളുടെ അളവ് വർദ്ധിക്കുന്നു. ഇത് സ്ലോ ആയിട്ട് ഒഴുകുമ്പോൾ എന്തുവാണ്? അവശിഷ്ടങ്ങളുടെ അളവ് എന്ത് ചെയ്യുന്നു? വർദ്ധിക്കുകയും. അപ്പോൾ അവശിഷ്ടങ്ങളുടെ അളവ് വർദ്ധിക്കുമ്പോൾ എന്തുവാണ്? ഡെപ്പോസിഷൻ്റെ അളവ് എന്ത് ചെയ്യുന്നു? ഡെപ്പോസിഷൻ്റെ അളവും കൂടുന്നു. സെഡിമെൻറ്റ്സ് ഡെപ്പോസിഷൻ്റെ അളവ് എന്ത് ചെയ്യുന്നു? കൂടുന്നു. സെഡിമെൻറ്റ്സിൻ്റെ അളവ് ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് ഡെപ്പോസിഷൻ്റെ അളവ് എന്ത് ചെയ്യുന്നു? അതും ഇൻക്രീസ് ചെയ്യുന്നു. അതാണ് എന്തിനെക്കുറിച്ച് പറയുന്നത്? ലോവർ കോഴ്സിനെ കുറിച്ച്. ഒന്നുകൂടെ പറയാം. ലോവർ കോഴ്സ് ഈസ് ദി സ്റ്റേജ് വെയർ ദി റിവർ flows through the plains. The rate of deposition will be higher due to the slow pace of the river and the increase in the amount of sediments during this stage. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. കമ്പയർ ദി വി ഷേപ്ഡ് വാലി വിത്ത് യു ഷേപ്ഡ് വാലീസ് ബേസ്ഡ് ഓൺ ദി പ്രോസസ് ഓഫ് ഫോർമേഷൻ. എന്താണ് അതിൻ്റെ അർത്ഥം? പ്രോസസ് ഓഫ് ഫോർമേഷൻ, അതായത് രൂപീകരണ പ്രക്രിയകളെ അടിസ്ഥാനമാക്കി യു ഷേപ്ഡ്, യു ആകൃതിയിലുള്ള വാലീസ് എന്ന് വെച്ചാൽ എന്തുവാ? താഴ്വരകൾ. അപ്പം യു ആകൃതിയിലുള്ള വാലീസ് താഴ്വരകളും വി ആകൃതിയിലുള്ള താഴ്വരകളെയും തമ്മിൽ എന്ത് ചെയ്യുക? കമ്പയർ ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? പ്രോസസ് ഓഫ് ഫോർമേഷൻ്റെ അടിസ്ഥാനത്തിൽ, രൂപീകരണ പ്രക്രിയയുടെ അടിസ്ഥാനത്തിലാണ് വി ഷേപ്പ് വാലീസും യു ഷേപ്പ് വാലീസും തമ്മിൽ കമ്പയർ ചെയ്ത് എഴുതാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ നോക്കാം നമുക്ക്. Deepening of gillies occurs through intense erosion resulting from an increase in the velocity of water flow. എന്താണ് പറയുന്നത്? ഡീപ്പനിങ് ഓഫ് ഗില്ലീസ് occurs through intense erosion resulting from an increase in the velocity of water flow. അതിൻ്റെ അർത്ഥം എന്താണ്? ജലപ്രവാഹത്തിൻ്റെ, വാട്ടർ ഫ്ലോയിലെ അതിൻ്റെ വേഗത വർദ്ധിക്കുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന തീവ്രമായ മണ്ണൊലിപ്പിലൂടെയാണ് ചാലുകളിൽ എന്ത് കൂടുന്നത്? ഗില്ലീസിൽ എന്ത് കൂടുന്നത്? ആഴം കൂടുന്നത്. എന്താണ്? ജലപ്രവാഹത്തിൻ്റെ വേഗത വർദ്ധിക്കുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന തീവ്രമായ ഇറോഷൻ, മണ്ണൊലിപ്പിലൂടെയാണ് ചാലുകളിൽ എന്ത് കൂടുന്നത്? ആഴം കൂടുന്നത്. The valleys take a distant shape as a result of the intensity of erosion along the riverbed. Such valleys are called V-shaped valleys. നദീതീരത്തെ റിവറിൽ മണ്ണൊലിപ്പിൻ്റെ തീവ്രതയുടെ ഫലമായി വാലീസിനൊരു പ്രത്യേക രൂപം ലഭിക്കുന്നു.
അത്തരം വാലീസിനെ പറയുന്ന പേരെന്താണ്? വി ഷേപ്ഡ് വാലീസ് എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് വി ഷേപ്ഡ് വാലീസ്? ഡീപ്പനിങ് ഓഫ് ഗില്ലീസ് ഒക്കേഴ്സ് ത്രൂ ഇൻറ്റൻസ് ഇറോഷൻ റിസൾട്ടിംഗ് ഫ്രം ആൻ ഇൻക്രീസ് ഇൻ ദി വെലോസിറ്റി ഓഫ് വാട്ടർ ഫ്ലോ. The valleys take a distant shape as a result of the intensity of erosion along the riverbed. Such valleys are called V-shaped valleys. ജലപ്രവാഹത്തിൻ്റെ വേഗത വർദ്ധിക്കുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാവുന്ന തീവ്രമായ മണ്ണൊലിപ്പിലൂടെയാണ് ചാലുകളുടെ ആഴം കൂടുന്നത്. ഈ റിവറിൻ്റെ തീരത്തെ മണ്ണൊലിപ്പിൻ്റെ തീവ്രതയുടെ ഫലമായി ഈ വാലീസിനെല്ലാം ഒരു പ്രത്യേക രൂപം ലഭിക്കുന്നു. അത്തരം വാലീസിനെ പറയുന്ന പേരെന്താണ്? വി ഷേപ്ഡ് വാലീസ് എന്ന് പറയുന്നു. ഇതാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ നമ്മളിപ്പം വി ഷേപ്ഡ് വാലീസിനെ കുറിച്ച് പറഞ്ഞു. ഇനി അടുത്ത എന്തിനെ കുറിച്ച് അപ്പം പറയണ്ടേ? യു ഷേപ്ഡ് വാലീസിനെ കുറിച്ച് പറയണം അല്ലേ? അപ്പോൾ എന്താണ് യു ഷേപ്ഡ് വാലി? ദ റേറ്റ് ഓഫ് ഇറോഷൻ എലോങ് ദി റിവർ ബെഡ് ഡിക്രീസസ് ആസ് ദി റിവർ ലീവ്സ് ദ അപ്പർ കോഴ്സ്. എന്താണ് പറയുന്നത്? നദിയുടെ റിവറിൻ്റെ മുകളിലേക്ക് ഒഴുകുന്നതിനാൽ നദീതീരത്തെ മണ്ണൊലിപ്പ് നിരക്ക് ഇറോഷൻ്റെ നിരക്ക് എന്ത് ചെയ്യുന്നു? കുറയുന്നു. എന്താണ്? നദി മുകളിലേക്ക് ഒഴുകുന്നതിനാൽ നദീതീരത്തെ റിവറിൻ്റെ തീരത്തെ ഇറോഷൻ്റെ മണ്ണൊലിപ്പിൻ്റെ നിരക്ക് എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഇനി അടുത്ത് എന്താണ് പറയുന്നത്? However, lateral erosion dominates. The river flowing through comparatively gently slope take deviation. എന്താ പറയുന്നത്? ലാറ്ററൽ മണ്ണൊലിപ്പ്, ലാറ്ററൽ ഇറോഷൻ്റെ ആധിപത്യം പുലർത്തുന്നുണ്ടെങ്കിലും താരതമ്യേന മൃദുലമായ ചരിവുകളിലൂടെ ഒഴുകുന്ന നദി അവശിഷ്ടങ്ങളോ പാറരൂപങ്ങളോ ഒഴുക്കിന് എന്ത് ചെയ്യുന്നു? തടസ്സം സൃഷ്ടിക്കുന്നു. എന്താണ് പറയുന്നത്? അതായത് ലാറ്ററൽ മണ്ണൊലിപ്പാണ് അവിടെ ആധിപത്യം മെയിനായിട്ടുള്ളതെങ്കിലും പുലർത്തുന്നുണ്ടെങ്കിലും ഇതെന്ത് ചെയ്യുന്നു? മൃദുലമായ ചരിവിലൂടെയാണ് ഇത് ഒഴുകുന്നത്. ഈ നദി ഒഴുകുന്ന സോഫ്റ്റ് ആയിട്ടാണ് ഇത് ഒഴുകുന്നത്. അങ്ങനെ ഒഴുകുമ്പോഴത്തേക്ക് ചരിവിലൂടെ ഒഴുകുന്ന ഈ നദിയിൽ എന്താണ്? അവശിഷ്ടങ്ങൾ, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഫ്ലോയിങ് ത്രൂ ദി കമ്പാരിറ്റീവ്ലി ജെന്റലി സ്ലോപ്പ് ടേക്ക് deviation when the sediments or rock forms create the obstruction to the flow. Such bending course of a river is leading to U-shaped valleys. എന്താ അതിൻ്റെ പറയുന്നത്? ഇങ്ങനെ ലാറ്ററൽ മണ്ണൊലിപ്പാണ് ആധിപത്യം പുലർത്തുന്നുണ്ടെങ്കിലും താരതമ്യേന മൃദുലമായ ചരിവിലൂടെ ഒഴുകുന്ന റിവറിലെ അവശിഷ്ടങ്ങളോ പാറരൂപങ്ങളോ ഒഴുക്കിന് തടസ്സം സൃഷ്ടിക്കുമ്പം എന്ത് ചെയ്യുന്നു? വ്യതിചലനങ്ങൾ ഉണ്ടാവുന്നു. എന്താണ്? എന്തൊക്കെയാണ് തടസ്സം സൃഷ്ടിക്കുന്നത്? ഒന്നെങ്കിൽ അവശിഷ്ടങ്ങൾ, അല്ലെങ്കിൽ പാറരൂപങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ ഒഴുക്കിന് എന്ത് സൃഷ്ടിക്കുന്നു? തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. അങ്ങനെ സൃഷ്ടിക്കുമ്പോൾ എന്ത് പറ്റുന്നു? വ്യതിചലനങ്ങൾ, മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ വരുമ്പോൾ നദിയുടെ അത്തരം മാറുന്ന ആ ഗതിയെ പറയുന്ന പേരാണ് എന്താണ്? യു ഷേപ്ഡ് വാലീസ് എന്ന് പറയുന്നു. ഒന്നോടെ പറയാം. ദ റേറ്റ് ഓഫ് ഇറോഷൻ എലോങ് ദി റിവർ ബെഡ് ഡിക്രീസസ് ആസ് ദി റിവർ ലീവ്സ് ദി അപ്പർ കോഴ്സ്. However, lateral erosion dominates. The river flowing through the comparatively gently slopes taken deviation when the sediments or rocks forms create obstruction to the flow. Such bending course of a river is a leading to U-shaped valleys. നദി മുകളിലേക്ക് ഒഴുകുന്നതിനാൽ നദീതീരത്തെ മണ്ണൊലിപ്പിൻ്റെ നിരക്ക് കുറവായിരിക്കും. ലാറ്ററൽ മണ്ണൊലിപ്പാണ് ഇവിടെ മെയിനായിട്ടും ഉള്ളതെങ്കിലും എന്താണ്? ഈ ചരിവുകളിലൂടെ ഒഴുകുന്ന ഈ നദിയിൽ എന്താണ്? അവശിഷ്ടങ്ങളോ പാറരൂപങ്ങളോ ഒഴുക്കിന് എന്ത് ചെയ്യുന്നു? തടസ്സം സൃഷ്ടിക്കുന്നു. ഇങ്ങനെ സൃഷ്ടിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? മാറ്റങ്ങൾ ഉണ്ടാകുന്നു, വ്യതിചലനങ്ങൾ ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ള ഈ മാറ്റങ്ങളെ പറയുന്ന പേര് എന്താണ്? യു ഷേപ്ഡ്. ഈ മാറ്റങ്ങൾ മൂലം ഉണ്ടാകുന്ന അത്തരം വളയുന്ന ആ മാറ്റങ്ങളെ പറയുന്ന പേരെന്താണ്? യു ഷേപ്ഡ് വാലിയിലേക്ക് അങ്ങനെ ഉണ്ടാകുന്ന ആ മാറ്റങ്ങൾ എന്തിലേക്ക് നയിക്കുന്നു? യു ഷേപ്ഡ് വാലീസിലേക്ക് നയിക്കുന്നു. ഇതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്.
ഇനി അടുത്ത നോക്കിയേ, ലിസ്റ്റ് ഔട്ട് ദി അഗ്രികൾച്ചർ ആൻഡ് എൻവയോൺമെൻറ്റൽ സിഗ്നിഫിക്കൻസ് ഓഫ് ഡെൽറ്റാസ് ആൻഡ് ഫ്ലഡ് പ്ലെയിൻസ് വിത്ത് എക്സാമ്പിൾ. എന്താ പറയുന്നത്? ഡെൽറ്റകളുടെയും പിന്നെന്താണ് ലിസ്റ്റ് ഔട്ട് ഓഫ് ഫ്ലഡ് പ്ലെയിൻസ്, അതായത് ഡെൽറ്റകളുടെയും വെള്ളപ്പൊക്ക സമതലങ്ങളുടെയും ഫ്ലഡ് പ്ലെയിൻസ്, അതിൻ്റെ ഡെൽറ്റകളുടെയും വെള്ളപ്പൊക്ക സമതലങ്ങളുടെയും കാർഷിക പാരിസ്ഥിതിക പ്രാധാന്യം ഉദാഹരണമായി പട്ടിക തിട്ടപ്പെടുത്തുക. എന്താണ്? ഡെൽറ്റകളുടെയും വെള്ളപ്പൊക്ക സമതലങ്ങളുടെയും കാർഷിക പാരിസ്ഥിതിക പ്രാധാന്യം ഉദാഹരണമായി പട്ടിക തിട്ടപ്പെടുത്തുക. ലിസ്റ്റ് ഔട്ട് ഓഫ് ദി അഗ്രികൾച്ചർ എൻവയോൺമെൻറ്റൽ സിഗ്നിഫിക്കൻസ് ഓഫ് ഡെൽറ്റാസ് ആസ് ഫ്ലഡ് പ്ലെയിൻസ് വിത്ത് എക്സാമ്പിൾ. അതിൻ്റെ ആൻസർ വരുന്നത്, ദ ഡെപ്പോസിഷൻ ഓഫ് അലൂവിയം എലോങ് ബോത്ത് ദി ഫ്ലഡഡ് ബാങ്ക്സ് മേ കോസ് ദ ഫോർമേഷൻ ഓഫ് പ്ലെയിൻസ് കോൾഡ് ഫ്ലഡ് പ്ലെയിൻസ്. എന്താണ് ആ പറയുന്നതിൻ്റെ അർത്ഥം? വെള്ളപ്പൊക്കമുണ്ടായ രണ്ട് തീരങ്ങളിലും അലൂവിയം നിക്ഷേപിക്കുന്നത് അതായത് വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന ആ തീരങ്ങളിൽ, ആ രണ്ട് തീരങ്ങളിൽ എന്ത് ചെയ്യുന്നു? അലൂവിയം നിക്ഷേപിക്കുന്നു. അതിനെ പറയുന്ന പേര്, ആ സമതലങ്ങളെ പറയുന്ന പേരെന്നാണ്? വെള്ളപ്പൊക്ക സമതലങ്ങൾ എന്ന് പറയുന്നു, അഥവാ എന്ത് പറയുന്നു? ഫ്ലഡ് പ്ലെയിൻസ് എന്ന് പറയുന്നു. Flood plains contain rich and fertile soil suitable for cultivation. Agriculture improvement is flood plains containing rich and fertile soil suitable for cultivation. എന്താ പറയുന്നത്? ഇത് വെള്ളപ്പൊക്ക സമതലങ്ങൾ അഥവാ ഫ്ലഡ് പ്ലെയിൻ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞല്ലോ. ഈ സമതലങ്ങളുടെ രൂപീകരണത്തിന് എന്തായിരുന്നു? ഇതെന്തിൻ്റെ രൂപീകരണത്തിന് കാരണമാകുന്നു? കൾട്ടിവേഷന് കാരണമാകുന്നു. ഈ ഫ്ലഡ് പ്ലെയിൻസ് എന്തിന് കാരണമാകുന്നു? ഇങ്ങനെയുള്ള സമതലങ്ങളുടെ രൂപീകരണത്തിന് കാരണമാകുന്നു എന്നാണ് പറയുന്നത്. ഇനി പിന്നെ പറയുന്നത്, അഗ്രികൾച്ചർ ഇംപ്രൂവ്മെൻറ്റ് ഈസ് പോസിബിൾ ഇൻ ഫ്ലഡ് പ്ലെയിൻസ്. ദിസ് ഹാസ് ഹിസ്റ്റോറിക്കലി ലീഡ് ടു ദി ഡെവലപ്മെൻറ്റ് ഓഫ് വേരിയസ് സിവിലൈസേഷൻ എലോങ് ദി ഫ്ലഡ് പ്ലെയിൻസ്. Flood plains are along the bank of river, thus the area of rich in water availability. The physiography of flood plains is suitable for both agricultural activities and settlement. ഒന്നോട് ഞാനത് വായിച്ചു തരാം, നോട്ടില്ലാത്തവർക്ക് അത് എഴുതാൻ വേണ്ടിയാണ്. The deposition of alluvium along both the flooded banks may cause the formation of plains called flood plains. Flood plains contain rich and fertile soil suitable for cultivation. Agriculture improvement is possible in flood plains. This has historically led to the development of various civilizations along the flood plains. Flood plains are along the bank of river, thus the area is rich in water availability. The physiography of flood plains is suitable for both agricultural activities and settlement. ഇതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു, വെള്ളപ്പൊക്കം മൂലമുണ്ടായ തീരങ്ങളിൽ എന്ത് നിക്ഷേപം വരുന്നു? അലൂവിയം നിക്ഷേപം വരുമ്പോഴാണ് ഫ്ലഡ് പ്ലെയിൻസ് ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞു. ഈ ഇതെന്തിൻ്റെ കാരണമാവുന്നു? സമതലങ്ങളുടെ രൂപീകരണത്തിന് കാരണമാവുന്നു എന്ന് പറഞ്ഞു. ഇനി അടുത്ത് നമ്മൾ പറയുന്നത്, കൃഷിക്ക് അനുയോജ്യമായ സമൃദ്ധവും ഫലപുഷ്ടവുമായ മണ്ണ് ഈ സമതലങ്ങളിൽ ഈ ഫ്ലഡ് പ്ലെയിനിൽ നമ്മൾ പറഞ്ഞില്ലേ, എന്താണ് പറഞ്ഞത്, വെള്ളപ്പൊക്കം മൂലമുണ്ട സമതലങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ, പ്ലെയിൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ. ഇവിടെ ഉണ്ടാകുന്ന ഈ മണ്ണൊക്കെ എന്തിന് നല്ലതാണ്? കൃഷിക്ക് അനുയോജ്യമാണ് എന്നാണ് പറയുന്നത്. അതായത് അത് ഭയങ്കര ഫലപുഷ്ടിയുള്ള മണ്ണാണെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, പ്രളയ സമതലങ്ങൾ അതായത് ഫ്ലഡ് പ്ലെയിൻസിൽ കാർഷിക പുരോഗതി സാധ്യമാണ്. അവിടെ എന്തെങ്കിലും ഒന്ന് നട്ടാൽ അത് നന്നായിട്ട് ഫലപുഷ്ടിയുള്ള മണ്ണായിരിക്കും, നല്ലതായിട്ട് അത് പിടിക്കുകയും നല്ല വിളവ് ലഭിക്കുകയും ചെയ്യും. ഇത് ചരിത്രപരമായിട്ട് വെള്ളപ്പൊക്ക സമതലം അതായത് ഫ്ലഡ് പ്ലെയിൻസിൽ വിവിധ നാഗരികതയുടെ വികാസത്തിലേക്ക് നയിച്ചു.
അതായത് ഈ ഫ്ലഡ് പ്ലെയിൻസിൽ കൃഷി ചെയ്യുക വഴി എന്ത് ചെയ്യുന്നു, നമ്മുടെ നഗരത്തിൻ്റെ വികസനത്തിലേക്ക് അല്ലേ, കാർഷിക രംഗം വികസിക്കുമ്പോൾ അഗ്രികൾച്ചർ വികസിക്കുമ്പോഴത്തേക്ക് നമ്മുടെ നാടും വികസിക്കുകയാണ് അല്ലേ. അപ്പം ഇങ്ങനെ ഇവിടെ കൃഷി ചെയ്യുക വഴി ഇതെന്ത് ചെയ്യുന്നു, നമ്മുടെ നാഗരികതയുടെ നമ്മുടെ നഗരത്തിൻ്റെ വികാസത്തിലേക്കും എന്ത് ചെയ്തു, ഇത് വഴി തെളിച്ചു. പിന്നെ പറയുന്നത് റിവറിൻ്റെ തീരത്താണ് എന്ത് ഫ്ലഡ് പ്ലെയിൻസ് എങ്ങനെ കാണപ്പെടുന്നത്. ഈ റിവറിൻ്റെ തീരത്താണ് ഈ ഫ്ലഡ് പ്ലെയിൻസ് കാണപ്പെടുന്നത്. ഇതിൽ എന്താണ്, ഇത് ജലലഭ്യത ഇവിടെ നല്ലതായിട്ടുണ്ടാവും, ഇവിടെ ധാരാളം ജലം ലഭിക്കുകയും ചെയ്യും. പിന്നെ പറയുന്നത് ഈ ഫ്ലഡ് പ്ലെയിൻസിൽ ഫിസോഗ്രാഫി കാർഷിക പ്രവർത്തനങ്ങൾക്കും തീർപ്പാക്കലിനും ഉപയോഗിക്കുന്നു. അതായത് ഫ്ലഡ് പ്ലെയിൻസിൽ എന്താണ് ഫിസിയോഗ്രഫി എന്ന ഇത് എന്ത് ചെയ്യുന്നു, കാർഷിക പ്രവർത്തനങ്ങൾക്കും പിന്നെ അതിൻ്റെ തീർപ്പാക്കലിനും എന്ത് ഉപയോഗിക്കുന്നു, ഫിസോഗ്രഫി എന്ന ഇത് ഉപയോഗിക്കുന്നു, ആ ഗ്രാഫ് ഉപയോഗിക്കുന്നു. എവിടെ, ഫ്ലഡ് പ്ലെയിൻസിൽ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പം ഇതൊന്നോടെ വായിക്കണോ, വേണ്ടല്ലോ അല്ലേ, അല്ലെങ്കിൽ ലെങ്തി ആവും, വീഡിയോ ലെങ്തി ആവും. ഇനി അടുത്തത് നോക്കിയേ, ഇലുസ്ട്രേറ്റ് ദി ഫോർമേഷൻ ഓഫ് മഷ്റൂം റോക്സ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു ഡയഗ്രാം ഉപയോഗിച്ച് മഷ്റൂം റോക്സിൻ്റെ രൂപീകരണം ചിത്രീകരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഡയഗ്രത്തിലേക്ക് പോകണം. അതെ, ഇതാണ് നോക്കിയാൽ ഇതാണ് മഷ്റൂം റോക്സ്, കണ്ടോ, ഇതില്ലേ, ഇതാണ് മഷ്റൂം റോക്സ്. ഇതാണ് ഡയഗ്രാം വരുന്നത്. ഒരു ഡയഗ്രാം ഉപയോഗിച്ച് മഷ്റൂം റോക്സിൻ്റെ രൂപീകരണം ചിത്രീകരിക്കുക എന്നുള്ളതാണ് ഡയഗ്രാം. ഇതാണ് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് പോകാം. As a result of the continuous erosion caused by the sand and the other rocks particles carried by strong wind, rock in desert get worn down. This process of wind erosion is called abrasion. എന്താണ് പറയുന്നത്, ശക്തമായ കാറ്റിൽ നിന്നും വഹിക്കുന്ന മണലും മറ്റു പാറക്കഷ്ണങ്ങളും മൂലമുണ്ടാകുന്ന ഈ ഇറോഷൻ മണ്ണൊലിപ്പിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു, മരുഭൂമിയിലെ എന്ത് നശിക്കുന്നു, പാറകൾ എന്ത് ചെയ്യുന്നു, നശിക്കുന്നു. ആസ് എ റിസൾട്ട് ഓഫ് ദി കണ്ടിന്യൂഡ് ഇറോഷൻ കോസ്ഡ് ബൈ സാൻഡ് ആൻഡ് അതർ റോക്സ് പാർട്ടിക്കിൾ carried by strong wind, rock in desert get worn down, worn down, worn down. This process of wind erosion is called abrasion. ഇങ്ങനെയുള്ള കാറ്റിൻ്റെ ഇറോഷൻ, അതായത് കാറ്റ് മൂലമുണ്ടാകുന്ന കാറ്റിൻ്റെ മണ്ണൊലിപ്പ് ഇറോഷനെ പറയുന്ന ഈ പ്രക്രിയയെ പറയുന്ന പേരെന്നാണ്, അബ്രേഷൻ എന്ന് വിളിക്കുന്നു. ഫിഗർ ഗീവ്സ് ബിലോ ഷോ ഹിയർ is rock formed in this manner. Such rocks seen in desert resembling mushrooms are called mushroom rocks. ചുവടെ കൊടുത്തിരിക്കുന്ന ഈ ചിത്രമില്ലേ, ചുവടെ കൊടുത്തിരിക്കുന്ന ചിത്രം ഈ രീതിയിൽ രൂപപ്പെട്ട ഒരു പാറയാണ്. മഷ്റൂം സാദൃശ്യമുള്ള മരുഭൂമിയിൽ കാണപ്പെടുന്ന ഇത്തരം പാറകളെ മഷ്റൂം റോക്സ് എന്ന് വിളിക്കുന്നു. ഈ ബി ആണ് കേട്ടോ മഷ്റൂം റോക്സ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തൊക്കെയാണ് വരുന്നത്, ആസ് എ റിസൾട്ട് ഓഫ് ദി കണ്ടിന്യൂഡ് ഇറോഷൻ കോസ്ഡ് ബൈ സാൻഡ് ആൻഡ് അതർ റോക്സ് പാർട്ടിക്കിൾ carried by strong wind, rock in desert get worn down. This process of wind erosion is called abrasion. Figure given below shows here is of rock formed in this manner. Such rocks seen in desert resembling mushroom are called mushroom rocks. ശക്തമായ കാറ്റിൽ വഹിക്കുന്ന മണലും മറ്റ് പാറക്കഷ്ണങ്ങളും മൂലമുണ്ടാവുന്ന മണ്ണൊലിപ്പിൻ്റെ ഫലമായിട്ട് മരുഭൂമിയിലെ പാറകൾ നശിക്കുന്നു. ഈ കാറ്റിൻ്റെ മണ്ണൊലിപ്പ് പ്രക്രിയയെ അബ്രേഷൻ എന്ന് വിളിക്കുന്നു. ചുവടെ കൊടുത്തിരിക്കുന്ന ചിത്രം ഈ രീതിയിൽ രൂപപ്പെട്ട ഒരു പാറയാണ്. കോണിൻ്റെ അതായത് മഷ്റൂമിൻ്റെ സാദൃശ്യമുള്ള മരുഭൂമിയിൽ കാണപ്പെടുന്ന ഇത്തരം പാറകളെ എന്തെന്ന് വിളിക്കുന്നു, മഷ്റൂം റോക്സ് എന്ന് വിളിക്കുന്നു. ഇതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഇനി അടുത്തത് നോക്കിയേ, എക്സ്പ്ലെയിൻ ദി ഫോർമേഷൻ ഓഫ് എനി ടു ഇറോഷണൽ ലാൻഡ് ഫോം ക്രിയേറ്റഡ് ബൈ ഗ്ലേസിയേഴ്സ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്,
ഇതിനകത്ത് പറഞ്ഞ വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഡയഗ്രാം, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എക്സ്പ്ലെയിൻ ദി ഫോർമേഷൻ ഓഫ് 2 ഇറോഷണൽ ലാൻഡ് ഫോംസ് ക്രിയേറ്റഡ് ബൈ ഗ്ലേഷ്യേഴ്സ്. ഗ്ലേഷ്യേഴ്സ് എന്ന് വെച്ചാൽ എന്തുവാ? ഹിമാനികളാണ് ഗ്ലേഷ്യേഴ്സ് വരുന്നത്. അതായത് ഗ്ലേഷ്യേഴ്സ് സൃഷ്ടിച്ച 2 മണ്ണൊലിപ്പിൻ്റെ ലാൻഡ് ഫോമുകളുടെ രൂപീകരണം വിശദീകരിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്ലേഷ്യേഴ്സ് സൃഷ്ടിച്ച 2 ഇറോഷൻസിൻ്റെ ലാൻഡ് ഫോമുകളുടെ രൂപീകരണം വിശദീകരിക്കുക. അതിൻ്റെ ആൻസർ പറയാം. ഗ്ലേഷ്യൽ ലാൻഡ് ഫോംസ് ആർ ജനറലി കൺഫൈൻഡ് ടു ദി ഹൈ മൗണ്ടെയിൻ റേഞ്ചസ് ആൻഡ് ദി പോൾസ്. The movement of glacier along the mountain slope is depicted in the given picture. എന്താണ് പറയുന്നത്? Glacial landforms are generally confined to the high mountain ranges and the poles. The movement of glacier along the mountain slope is deposited in the given picture. ഇതിൻ്റെ ഞാൻ 2 പ്രാവശ്യം വെച്ച് വായിക്കുന്നത് നോട്ട് എഴുതിയെടുക്കണമെന്നുള്ളവർക്ക് എഴുതിയെടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഗ്ലേഷ്യൽ ലാൻഡ് ഫോം പൊതുവേ എന്താണ്? ഉയർന്ന പർവ്വതനിരകളിലും പിന്നെ എവിടെയാണ്? ഹൈ മൗണ്ടൻ റേഞ്ച്, ഉയർന്ന പർവ്വതനിരയിലും പിന്നെന്താണ്? പിന്നെ പോൾസ്, അതായത് ധ്രുവങ്ങളിലും മാത്രമായി അവിടെ മാത്രമേ കാണപ്പെടുകയുള്ളൂ. എവിടെയാണ്? ഒന്നെങ്കിൽ ഉയർന്ന പർവ്വതനിരകൾ മൗണ്ടെയിനിലോ അല്ലെങ്കിൽ പോൾസിൽ മാത്രമേ ധ്രുവങ്ങളിലും മാത്രമേ കാണപ്പെടുന്നുള്ളൂ. പിന്നെന്താണ്? പർവ്വത ചരിവിലൂടെ ഒരു ഗ്ലേഷ്യർ ചലനം തന്നിരിക്കുന്ന ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് പറയുന്നത്? അതായത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഗ്ലേഷ്യൽ ലാൻഡ് ഫോം പൊതുവേ എങ്ങനെയാണ്? ഉയർന്ന പർവ്വതനിരകളിലും ധ്രുവങ്ങളിലും മാത്രമായിട്ടാണ് കാണപ്പെടുന്നത്. പിന്നെ എന്താണ്? പർവ്വത ചരിവിലൂടെ ഒരു ഗ്ലേഷ്യർ ചലനം എവിടെ? ഒരു ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഒബ്സർവ് ദി ചേഞ്ച് ഹാപ്പനിങ് ടു ദി വാലീസ് അറ്റ് ഡിഫറെൻറ്റ് സ്റ്റേജ്. Different of valley as shown in the picture are formed by glacial erosion. Armchair-like valleys so formed are called cirques. ഒന്നോടെ പറയാം. Observe the changes happening to the valleys at different stage. Different of valleys as shown in the picture are formed by glacial erosion. Armchair-like valleys so formed are called cirques. എന്താണ് ഇതിൻ്റെ അർത്ഥം? വിവിധ ഘട്ടങ്ങളിൽ വാലീസിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ നിരീക്ഷിക്കുന്ന ഈ ചിത്രങ്ങളിൽ കാണിച്ചിരിക്കുന്നു. വ്യത്യസ്ത തരം വാലീസ് ഗ്ലേഷ്യൽ മണ്ണൊലിപ്പ് മൂലമാണ് ഉണ്ടാവുന്നത്. അങ്ങനെ രൂപം കൊണ്ട കസേരയുടെ ആകൃതിയിലുള്ള താഴ്വരയെ വാലീസിനെ പറയുന്ന പേരാണ് സർക്യൂസ് എന്ന് വിളിക്കുന്നു. ഒന്നോടെ പറയാം. വിവിധ ഘട്ടങ്ങളിൽ വാലീസിൽ താഴ്വരയിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ നിരീക്ഷിച്ച് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ വ്യത്യസ്ത തരം താഴ്വരകൾ എന്താണ്? ഗ്ലേഷ്യൽ മണ്ണൊലിപ്പ് മൂലമാണ് രൂപം കൊള്ളുന്നത്. അങ്ങനെ രൂപം കൊണ്ട കസേരയുടെ രൂപത്തിലുള്ള താഴ്വരയെ പറയുന്ന പേരെന്നാണ്? സർക്യൂസ് എന്ന് പറയുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ആൻസർ പറയുന്നത്. എക്സ്പ്ലെയിൻ ദി ഫോർമേഷൻ ഓഫ് 2 ഇറോഷ്യൽ ലാൻഡ് ഫോം ക്രിയേറ്റഡ് ബൈ ഗ്ലേഷ്യേഴ്സ്. ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്നത് പ്രിപ്പയർ എ ടേബിൾ ഷോവിങ് ഇറോഷണൽ ആൻഡ് ഡെവലപ്മെൻറ്റൽ ലാൻഡ് ഫോം ക്രിയേറ്റഡ് ബൈ എനി 3 എക്സ്റ്റേണൽ ഫോഴ്സസ്. എന്താണ്? ഏതെങ്കിലും 3 ബാഹ്യ ശക്തികൾ സൃഷ്ടിച്ച ഇറോഷൻ്റെ ഡെപ്പോസിഷണൽ ലാൻഡ് ഫോമുകൾ കാണിക്കുന്ന ഒരു പട്ടിക തയ്യാറാക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് ഏതൊക്കെയാണ് വരുന്നത് നോക്കാം. ഒന്ന്, അതായത് പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് നോക്കിയാൽ നെയിം ഓഫ് ലാൻഡ് ഫോംസ്, അതായത് ലാൻഡ് ഫോമിൻ്റെ പേര്.
ജിയോമോർഫിക് ഏജൻറ്റ്, അതായത് പിന്നെ ജിയോമോർഫിക് ഏജൻറ്റ് കൊടുത്തിട്ടുണ്ട്. അടുത്തത് പ്രോസസ് ഓഫ് ഫോർമേഷൻ, ഇറോഷണൽ ഡെപ്പോസിഷൻ, മണ്ണൊലിപ്പ് മൂലമാണോ അതോ ഡെപ്പോസിഷൻ മൂലമാണോ? അപ്പം നെയിം ഓഫ് ദി ലാൻഡ് ഫോം, ഈ കാണിച്ചിരിക്കുന്ന നെയിം ഓഫ് ദി ലാൻഡ് ഫോം ഏതാണ്? സീ ക്ലിഫ്സ്. സീ ക്ലിഫ്സ് എന്ന് വെച്ചാൽ എന്താ? പാറക്കെട്ടുകളായിട്ടൊക്കെ കാണപ്പെടുന്നില്ലേ, അത് സീ ക്ലിഫ്സ്. അതിൻ്റെ ജിയോമോർഫിക് ഏജൻറ്റ് ഏതാണ്? വേവ്. വേവ് എന്ന് വെച്ചാൽ എന്തുവാ? തരംഗമാണ്. ഇതിൻ്റെ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഏതാണ്? ഇത് ഏത് രൂപീകരണ പ്രക്രിയ ഏതാണ്? ഇതിനകത്ത് ഇറോഷണലാണ്, മണ്ണൊലിപ്പ് മൂലമാണ് ഇതുണ്ടാവുന്നത്. അടുത്തത് നോക്കിയേ, മഷ്റൂം. മഷ്റൂം, നെയിം ഓഫ് ലാൻഡ് ഫോം മഷ്റൂം. നമ്മൾ മഷ്റൂം റോക്സിനെ കുറിച്ച് പഠിച്ചില്ലേ? മഷ്റൂം. അതിൽ ഏജൻറ്റ് ഏതാണ്? ജിയോമോർഫിക് ഏജൻറ്റ് ഏതാണ്? വിൻഡാണ്, കാറ്റ് മൂലമാണ്. പിന്നെ ഇത് ഏതാണ് രൂപീകരണ പ്രക്രിയ? പ്രോസസ് ഓഫ് ഫോർമേഷൻ ഏതാണ്? ഇറോഷണലാണ്. അടുത്തത് സ്റ്റാക്സ്. സ്റ്റാക്സ് എന്ന് വെച്ചാൽ എന്തുവാണ്? എങ്ങനെയാണ് അതിൻ്റെ ഏജൻറ്റ് ഏതാണ് വരുന്നത്? സ്റ്റാക്കിൻ്റെ പടം ഇവിടെ ക്ലിയർ ആയിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? സ്റ്റാക്ക്, ഇതിൻ്റെ ഏജൻറ്റ് ഏതാ വരുന്നത്? സീ വേവ്സ് ആണ് വരുന്നത്, അതായത് കടൽ തീരാണ് വരുന്നത്. അതും എന്താണ്? രൂപീകരണ പ്രക്രിയ ഏതാണ് വരുന്നത്? ഇറോഷണൽ തന്നെയാണ് വരുന്നത്. അടുത്ത് പിന്നെ സർക്യൂസ്. ഇതിൻ്റെയൊക്കെ ക്ലിയർ ആയിട്ടില്ല എന്ന് തോന്നുന്നു. ഇതൊന്നുകൂടെ എടുക്കണമെങ്കിൽ പറഞ്ഞാൽ കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ, ഞാൻ അതിൻ്റെ ക്ലിയർ പിക്ചർ ഇട്ട് ഒന്നുകൂടെ എടുക്കുന്നതായിരിക്കും. സർക്യൂസിൻ്റെ ഏജൻറ്റ് ഏതാണ്? ഗ്ലേഷ്യേഴ്സ് ആണ്, ഹിമാനികൾ. ഗ്ലേഷ്യേഴ്സ് എന്ന് വെച്ചാൽ ഹിമാനികൾ. അതിൻ്റെ രൂപീകരണ പ്രക്രിയ, പ്രോസസ് ഓഫ് ഫോർമേഷൻ ഏതാണ്? ഇറോഷണൽ തന്നെയാണ്. അടുത്തത് ബീച്ച്. ബീച്ചിൻ്റെ ഏതാണ് വരുന്നത്? ജിയോമോർഫിക് ഏജൻറ്റ് ഏതാണ് ബീച്ചിൻ്റെ വരുന്നത്? സാൻഡ് ഗ്രേവലാണ്, അതായത് മണലും ചരലും ഒക്കെ. അതിൻ്റെ രൂപീകരണ പ്രക്രിയയിൽ എന്താ വരുന്നത്? ഡെപ്പോസിഷനാണ് വരുന്നത്. അപ്പോൾ ഇത്രയും നമ്മൾ പഠിച്ചതിൽ സീ ക്ലിഫ്സ്, മഷ്റൂം, സ്റ്റാക്സ്, സർക്യൂസ് ഇത്രയും ഇറോഷണലാണ് പ്രോസസ് ഓഫ് ഫോർമേഷൻ വരുന്നത്. ബീച്ചിൻ്റേത് തൊട്ടാണ്, ബീച്ചും പിന്നെ എന്താണ് ബർച്ചാംസ്, അതെല്ലാം എന്താണ്? ഡെപ്പോസിഷനാണ് വരുന്നത് കേട്ടോ. ബീച്ചിൻ്റെ എന്തൊക്കെയാണ് ഏജൻറ്റാണ് വരുന്നത്? സാൻഡും ഗ്രേവലുമാണ്, മണലും ചരലും. രൂപീകരണ പ്രക്രിയ ഡെപ്പോസിഷനിലാണ് വരുന്നത്. ബർച്ചാംസിൻ്റെ ഏതാണ് വരുന്നത്? വിൻഡാണ് വരുന്നത്. അതിൻ്റെ ഡെപ്പോസിഷൻ ഏതാണ് വരുന്നത്? അതിൻ്റെ രൂപീകരണ പ്രക്രിയ, പ്രോസസ് ഓഫ് ഫോർമേഷൻ ഏതാ വരുന്നത്? ഡെപ്പോസിഷനാണ് വരുന്നത്. അപ്പം ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ്റെ വരുന്നത് ആൻസർ ഇതാണ് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദി ലാൻഡ് ഫോംസ് ഷോൺ ഇൻ ദി പിക്ചർ ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ ദേ ആർ ഫോംഡ്. അതായത് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഭൂപ്രകൃതി തിരിച്ചറിയുകയും അവ എങ്ങനെ രൂപപ്പെടുന്നു എന്ന് വിശദീകരിക്കുകയും ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ഏതാണ്? ഓക്സ്ബോ തടാകങ്ങളാണ് ഒന്നാമത്തെ വരുന്നത്. ഒന്നാമത്തെ ഏതാണോ? ഓക്സ്ബോ തടാകങ്ങളാണ് വരുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ മിയാൻഡേഴ്സിൻ്റെ ഇതാണ് വരുന്നത്. ഓക്സ്ബോ ലേക്സ് ആണ്. അപ്പം അത് എന്താണെന്നുള്ള ആൻസർ നമുക്ക് പറയാം. ഓക്സ്ബോ ലേക്സ് നോക്കാം. Meanders are usually formed in the middle and lower courses of wide rivers. The transformation happening to the meanders through further erosion and deposition. Meanders may further curve through continuous erosion and deposition. Finally, the river take a straight course. The curves may get detached from the main river to form isolated water bodies. Such water bodies are called ഓക്സ്ബോ ലേക്സ്. ഒന്നാമത്തെ ഓക്സ്ബോ ലേക്സ് ആണെന്ന് പറഞ്ഞു. ഒന്നോടെ ആൻസർ പറയാം. മിയാൻഡേഴ്സ്, MEANDERS. Meanders are usually formed in the middle and lower courses of wide rivers. The transformation happening to the meanders through further erosion and deposition. Meanders may further curve through continuous erosion and deposition. Finally, the river take a straight course. The curves may get detached from the main river to form isolated water bodies. Such water bodies are called oxbow lakes.
ഇതിൻ്റെ അർത്ഥം പറയാം. അതായത് വിശാലമായ നദിയുടെ അതായത് റിവറിൻ്റെ മധ്യത്തിലും താഴെയുള്ള പാടങ്ങളിലുമാണ് സാധാരണയായിട്ട് എന്ത് മിയാൻഡേഴ്സ് കാണപ്പെടുന്നത്. അതായത് വളവുകൾ, മിയാൻഡേഴ്സ് എന്ന് വെച്ചാൽ വളവുകൾ കാണപ്പെടുന്നത്. പിന്നെ കൂടുതൽ ഇറോഷൻ അതായത് മണ്ണൊലിപ്പിൻ്റെ നിക്ഷേപം എന്നിവയിലൂടെ കൂടുതലും ഇതിൻ്റെ മാറ്റം സംഭവിക്കുന്നത് എങ്ങനെയാണ്? ഈ മണ്ണൊലിപ്പിൻ്റെ നിക്ഷേപം ഡെപ്പോസിഷൻ മൂലമാണ് എന്ത് ചെയ്യുന്നത്? ഇതിന് മാറ്റങ്ങൾ കൂടുതലായിട്ട് സംഭവിക്കുന്നത്. ഇങ്ങനെ തുടർച്ചയായിട്ട് ഈ മണ്ണൊലിപ്പ് വരുമ്പം, ഇറോഷൻ വരുമ്പം പിന്നെ എന്താണ്, നിക്ഷേപം വഴി എന്ത് ചെയ്യുന്നു? മിയാൻഡേഴ്സ് കൂടുതൽ എന്ത് ചെയ്യുന്നു? ഇത് വളഞ്ഞേക്കാം. മിയാൻഡേഴ്സ് എന്ന് വെച്ചാൽ വളവ്. അപ്പോൾ ഇങ്ങനെ കൂടുതൽ മണ്ണൊലിപ്പ് കണ്ടിന്യൂസ് ആയിട്ട് മണ്ണൊലിപ്പ് ഇറോഷനൊക്കെ വരുമ്പോഴത്തേക്ക് ഈ വളവുകൾ എന്ത് ചെയ്യും? കൂടുതൽ അങ്ങ് വളയാനായിട്ട് ചാൻസ് ഉണ്ട്. എവിടെ? റിവറിൻ്റെ അവിടെ കൂടുതൽ ചാൻസ് ഉണ്ട്. ഒടുവിൽ റിവർ നേരായ ഒരു ഗതി സ്വീകരിക്കുന്നു. ഈ മിയാൻഡേഴ്സ് പ്രധാന നദിയിൽ നിന്നും വേർപെട്ട് ഒറ്റപ്പെട്ട് ജലാശയങ്ങളാകാം. ഒന്നെങ്കിൽ അത് അതിൻ്റെ പ്രധാന നദിയിൽ നിന്ന് അത് മാറ്റപ്പെട്ട് ഒറ്റപ്പെട്ട ഒരു ജലാശയമായിട്ടത് മാറിയേക്കാം. കാരണം എന്നാണ്? കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇറോഷൻ്റെ ഫലമായിട്ട്. അത്തരം ജലാശയങ്ങളെ പറയുന്ന പേരാണ് എന്താ? ഓസ്ബോ ലേക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓസ്ബോ ലേക്സ് എന്ന് വെച്ചാൽ എന്താണ്? നദികളുടെ മധ്യത്തിലും വിശാലമായ നദികളുടെ മധ്യത്തിലും താഴെയുള്ള പാടങ്ങളിലുള്ള സാധാരണയായിട്ട് വളവുകൾ അതായത് മിയാൻഡേഴ്സ് രൂപപ്പെടുന്നത്. കൂടുതൽ ഇറോഷൻ്റെ നിക്ഷേപം എന്നിവയിലൂടെയാണ് എന്ത് വരുന്നത്? ഈ മിയാൻഡേഴ്സ് വളവുകൾ ഉണ്ടാവുന്നത്. ഇങ്ങനെ വളവുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഇറോഷൻ വരുമ്പോഴത്തേക്ക് ഈ വളവുകളുടെ എന്ത് ചെയ്യും? കൂടുതലായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? ഇത് റിവറിൽ നിന്നും എന്ത് ചെയ്യുന്നു? ഒറ്റപ്പെട്ട് വേറൊരു ജലാശയമായിട്ട് മാറുന്നു. ഇതിനെ പറയുന്ന പേരെന്നാണ്? ഓക്സ്ബോ ലേക്സ് എന്ന് പറയുന്നു. ഓസ്ബോ തടാകം എന്ന് പറയുന്നു. അതാണ് ഈ എയിൽ കാണിച്ചിരിക്കുന്നത്. ബിയിൽ കാണിച്ചിരിക്കുന്നത് നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെയാണ്. മഷ്റൂം റോക്സ് ആണ് കാണിച്ചിരിക്കുന്നത്. എന്താണ് മഷ്റൂം റോക്സ്? ആസ് എ റിസൾട്ട് ഓഫ് ദി കണ്ടിന്യൂഡ് ഇറോഷൻ കോസ്ഡ് ബൈ ദി സാൻഡ് ആൻഡ് ദി അതർ റോക്സ് പാർട്ടിക്കിൾ carried by strong winds, rocks in desert get worn down. This process of wind erosion is called abrasion. Figure given below shows here is a rock formed in the manner such rocks seen in desert resembling mushroom called mushroom rocks. ഇത് നേരത്തെ തന്ന അതേ ആൻസർ തന്നെയാണ് ഞാൻ ഇതിനും തന്നിരിക്കുന്നത്. മഷ്റൂം റോക്സ് നേരത്തെ നമ്മൾ പഠിച്ചില്ലേ? അതേ ആൻസർ തന്നെയാണ് കേട്ടോ. ഒന്നോട് പറയാം. ആസ് എ റിസൾട്ട് ഓഫ് ദി കണ്ടിന്യൂഡ് ഇറോഷൻ കോസ്ഡ് ബൈ സാൻഡ് ആൻഡ് അതർ റോക്ക് പാർട്ടിക്കിൾ ക്യാരിഡ് ബൈ സ്ട്രോങ് വിൻഡ്സ്, rocks in desert get worn down. This process of wind erosion is called abrasion. Figure given below shown here is a rock formed in the manner such rocks seen in desert resembling mushroom called mushroom rocks. അതിൻ്റെ അർത്ഥം എന്താണ്? ശക്തമായ കാറ്റിൽ നിന്നും വഹിക്കുന്ന മണലും പാറക്കഷ്ണങ്ങളും മൂലമുണ്ടാകുന്ന ഇറോഷൻ മണ്ണൊലിപ്പിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു? ഡെസേർട്ടിൽ എന്നാ നശിക്കുന്നു? പാറകൾ നശിക്കുന്നു. ഇങ്ങനെ കാറ്റ് മൂലമുണ്ടാകുന്ന ഈ ഇറോഷൻ പ്രക്രിയയെ പറയുന്ന പേരെന്നാണ്? അബ്രേഷൻ എന്ന് വിളിക്കുന്നു. പിന്നെന്താണ്? ചുവടെ തന്നിരിക്കുന്ന ഈ ചിത്രം ഈ രീതിയിൽ രൂപപ്പെട്ട ഒരു പാറയാണ്. കൂൺസിൻ്റെ അതായത് മഷ്റൂമിൻ്റെ സാദൃശ്യമുള്ള മരുഭൂമിയിൽ കാണപ്പെടുന്ന ഇത്തരം പാറകളെ പറയുന്ന പേരെന്നാണ്? മഷ്റൂം റോക്സ് എന്ന് പറയുന്നു. ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഇത് എത്രത്തോളം മനസ്സിലായെന്ന് നിങ്ങൾക്ക് കമൻ്റ് ഇടാം. നിങ്ങൾക്ക് ഈ ക്ലാസ് ലെറ്റർ സക്സസ് ഞാൻ ഇവിടം കൊണ്ട് തീർത്തിട്ടുണ്ട്. 4ാമത്തെ ചാപ്റ്ററിൻ്റെ ലെറ്റർ സക്സസ് ഞാൻ ഇവിടം കൊണ്ട് തീർത്തിട്ടുണ്ട്. ഇത് പറയുന്നതല്ലാതെ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിലും കമൻറ്റ് ചെയ്യാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കൂടെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സായിട്ട് കാണുന്നവരെ ബൈ.